ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗീതാ ഗോവിന്ദത്തിൻ്റെ അടുത്ത ദിവസം വരാൻ പോകുന്ന എപ്പിസോഡുകൾ നല്ല അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ രാധികയുടെ തനി സ്വഭാവം നമ്മുടെ ഗോവിന്ദന് ഏകദേശം മനസ്സിലായി. ഗോവിന്ദന് ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാധികയും അനാർക്കലിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നൊരു സംശയം നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അത് നമ്മുടെ വിജയലക്ഷ്മി അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ ഗോവിന്ദന് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. രാധികയും അനാർക്കലിയും തമ്മിൽ നല്ല പോലെ ബന്ധമുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് കാശിന് ഓടി നടന്നത്, അനാർക്കലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ഗോവിന്ദന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗോവിന്ദ് നിൽക്കുമ്പോൾ നമ്മുടെ അനാർക്കലിയും രാധികയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, രാധികയ്ക്ക് ആകെ പേടിയായിരിക്കുകയല്ലേ. നമ്മുടെ ഭദ്രനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ എന്ന പോലെ നേരി കാണുന്ന പോലെയൊക്കെയുള്ള ഫീലിംഗ് ആണല്ലോ നമ്മുടെ രാധികയുടെ മനസ്സിലുള്ളത്. അപ്പോൾ രാധിക നമ്മുടെ അനാർക്കലിയോട് ചോദിക്കുകയാണ്, നീ ഭദ്രൻ്റെ ശവം എന്താ അവിടെ എവിടെയാ മറവ് ചെയ്തത്, എന്താ ചെയ്തത്, നീ ഒന്ന് നിന്നോട് തെളിച്ചു പറയും. ഞാൻ എവിടെ തിരിഞ്ഞു നോക്കുമ്പോഴും എനിക്ക് ഭദ്രനെ മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ. ഭദ്രൻ്റെ ഓർമ്മകൾ എന്നിലേക്ക് വരികയാണ്. അയാൾ ശരിക്കും മരിച്ചോ, എന്താ നീ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ അനാർക്കലിയോട് രാധിക ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അവരുടെ പുറകിൽ നിന്നിട്ട് നമ്മുടെ ഗോവിന്ദ് എല്ലാ കാര്യങ്ങളും കേൾക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ രാധികയുടെ ഇനിയുള്ള അടവുകളൊന്നും നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് നടക്കില്ല. എന്തായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.